ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കൽക്കത്തയിൽ. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി പിന്നീട് ഒരു ബസ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു അമ്പലത്തിലോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാളി മന്ദിർ എന്ന് പറയും. ഞങ്ങൾ ആ മന്ദിറിലോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് അധികം ഫോട്ടോസ് വീഡിയോസൊന്നും അവിടെ എടുക്കാൻ സാധിച്ചില്ല. 1-2 ഫോട്ടോ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നീട് ഞങ്ങൾ പോയത് വേറൊരു അമ്പലത്തിലോട്ടായിരുന്നു. പക്ഷേ അമ്പലം അടച്ചിട്ടിരുന്ന കാരണം ഞങ്ങൾ പിന്നീട് പോയത് വിവേകാനന്ദ മഠ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടായിരുന്നു. അവിടെ പോയെങ്കിലും അതും അടച്ചിട്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വീണ്ടും മന്ദിറിലോട്ട് തന്നെ വന്നു. അപ്പോൾ മന്ദിർ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം അവിടുന്ന് ഗംഗാജലൊക്കെ ഞങ്ങൾ സ്വീകരിച്ച് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും വിവേകാനന്ദ മഠിലോട്ട് വന്നു. അവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും അതിലുപരി ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ, അതായത് ഈ വിവേകാനന്ദ മഠിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ശരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. രാത്രിയായി ഒരുപാട്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ കാണാൻ പോയി. പിന്നീട് ഞങ്ങൾ തിരിച്ച് നേരിട്ട് വന്നത് വീണ്ടും മന്ദിറിലോട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ മന്ദിറിൽ വന്നു. ആ മന്ദിറിൻ്റെ നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അവിടെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വളരെയധികം ടയേർഡായ കാരണം ഫോട്ടോസ് അധികം ഒന്നും എടുക്കാൻ സാധിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ തന്നെ വന്നു. ബസ്സിൽ വന്നതിന് ശേഷം പിന്നെ ബാക്കി നമുക്ക് മെട്രോയിലാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ അടുത്ത മെട്രോ സ്റ്റേഷനിലോട്ട് ബസ്സിലോട്ടാണ് വന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്